നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒഡീസയിൽ സമാനതകളില്ലാത്ത പോരാട്ടമാണ് അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും, അതുപോലെ തന്നെ അവിടെ 3000-ഓളം പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട, അതായത് ചോദ്യപേപ്പർ ചോർച്ച ഏതൊക്കെ തരത്തിലാണ് നടന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ അവിടുത്തെ PCC അധ്യക്ഷനായ ഭക്തചരൺ ദാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ബിജു ജനതാദൾ പൊട്ടിപ്പൊളിഞ്ഞതിന് ശേഷം അവിടെ പ്രതിപക്ഷ സ്ഥാനത്ത് പോലും അവർ ക്രിയാത്മകമായി ഒരു പ്രവർത്തനം നടത്തുന്നില്ല. എന്നാൽ BJPയെ വലിച്ച് താഴെ തള്ളിയിടാൻ മാത്രം ശക്തിയും കെൽപ്പും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് എന്നുള്ളത് കാട്ടിക്കൊടുക്കുകയാണ് ഒരു ടോർച്ച് മാർച്ചിലൂടെ. അതായത് ഒഡീസയിൽ നടന്ന ടോർച്ച് ലൈറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമാക്കി വലിയ തോതിൽ നടത്തിയ റാലിയും മാർച്ചും വലിയ തോതിൽ BJPക്ക് പ്രഹരം നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് വീട്ടിൽ നിന്നിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു കോൺഗ്രസിൻ്റെ ഐതിഹാസികമായ മുന്നേറ്റമാണ്. ആളുകളിലൊന്നും ഇതുപോലൊരു പോരാട്ടം കണ്ടിട്ടില്ല. ബിജു ജനതാദൾ ഭരിച്ചിരുന്നപ്പോഴൊന്നും കോൺഗ്രസ്സിന് മേൽക്കൈയില്ലാതിരുന്ന ഒരു സംസ്ഥാനത്ത് അവിടെ BJP മോഹൻ ചരൺ മാഞ്ചി മുഖ്യമന്ത്രിയായി നിമിഷങ്ങൾക്കകം കോൺഗ്രസ് സമാനതകളില്ലാത്ത പോരാട്ടം നടത്തുകയാണ്. ഒഡീഷയിൽ തീർച്ചയായും അധികാരത്തിലേക്ക് വരാൻ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് കഴിയും എന്ന് ഭക്തചരൺ ദാസ് പറയുന്ന വെറുതെയല്ല. അവിടെ ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല, ടെക്സ്റ്റ് ബുക്ക് പാഠപുസ്തകങ്ങൾ അച്ചടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ക്രമക്കേട് നടന്നു. ടെക്സ്റ്റ് ബുക്കുകൾ അച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനികൾക്ക് വലിയ തോതിൽ വരവിൽ കവിഞ്ഞ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതിൻ്റെ സർവ്വ ഡീറ്റെയിലുകളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രസ് മീറ്റിംഗ് വെച്ച് നടത്തി പൊളിച്ചടുക്കുകയാണ് PCCയുടെ അധ്യക്ഷനായ ഭക്തചരൺ ദാസ് ചെയ്തിരിക്കുന്നത്. സമാനതകളില്ലാത്ത ഒരു പോരാട്ടം ഒഡീസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിജു ജനതാദളിലെ നേതാക്കൾ, BJPയെ എതിർക്കുന്ന നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ ശക്തമായ വിയോജിപ്പിൽ നിൽക്കുന്ന ഒരവസ്ഥ കൂടിയാണ്. നോക്കണം, ധർമ്മേന്ദ്ര പ്രധാന്റെ സംസ്ഥാനം കൂടിയായ ഒഡീസയിലാണ് ഇത്തരത്തിൽ നെറുകേട് നടക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്രത്തിൽ കളിച്ച കളി തന്നെയാണ് ഒഡീസയിൽ BJPയും കളിക്കുന്നതെന്ന കോൺഗ്രസിൻ്റെ ആരോപണം അതൊരു ഹിറ്റ് ഡയലോഗായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ അന്വേഷണ വിധേയമായി പല ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യകതയിലാണെന്ന് അവിടുത്തെ മുഖ്യമന്ത്രി BJPക്കാരനായ മോഹൻ ചരൺ മാഞ്ചി പറയുന്നുണ്ട്. പക്ഷേ മാഞ്ചിയുടെ ഈ ഡയലോഗ് അടിയൊന്നും ജനങ്ങൾക്കിടയിൽ വില പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം പുരി ജഗന്നാഥ മണ്ണിൽ ഒഡീസയിൽ BJP ആദ്യമായി അധികാരത്തിലേക്ക് ഈ നൂറ്റാണ്ടിൽ വന്നതിന് ശേഷം അവർക്ക് കസേരയിൽ ഒന്ന് അമർന്നിരിക്കാൻ പോലും കഴിയുന്നില്ല. അത്രമേൽ കോൺഗ്രസിൻ്റെ പ്രഹരം അവരെ തെക്ക് വടക്കിട്ട് ഓടിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം.